ഇപ്പോൾ പ്രതിഷേധ സമരം ഔദ്യോഗികമായി രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഉദ്ഘാടന പ്രസംഗം അദ്ദേഹത്തിൻ്റെ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ചെറിയ രീതിയിലേക്ക് മാർച്ച് സംഘർഷത്തിലേക്ക് പോയി എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്തു നിന്നോ ചെറിയ രീതിയിലുള്ള പ്രകോപനമുണ്ടായി. പ്രവർത്തകർ അവർക്ക് നേരെ തിരിച്ചും പ്രകോപനം സൃഷ്ടിച്ചൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവർ മുദ്രാവാക്യം വിളികളും സമാധാനപരമായി എത്തി. സമാധാനപരമായി തന്നെ ഔദ്യോഗികമായി ആ ഒരു പ്രതിഷേധ സമരം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യം എന്നുള്ളത് ദേവസ്വം ബോർഡ് രാജിവെക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ പ്രതിഷേധ മാർച്ചിന് നേരെ വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചെറിയ തോതിലാണ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. പ്രവർത്തകരെ ഇവിടെ നിന്നും മാറ്റാൻ, പ്രവർത്തകരെ ഇവിടെ നിന്നും പിന്തിരിക്കാനുള്ള ശ്രമമാണ് പോലീസ് ഈ ഘട്ടത്തിൽ നടത്തുന്നത്. ബാരിക്കേഡിന് മുകളിൽ നമുക്കറിയാം ബാരിക്കേഡിന് മുകളിൽ 10-ലധികം മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ രാജി, ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ദേവസ്വം മന്ത്രിയുടെയും രാജി. ഇത്തരത്തിൽ കെടുകാര്യസ്ഥതയും അഴിമതിയും കൊള്ളയും നടത്തുക എന്ന ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളെ കട്ടുമുടിക്കുന്ന ദേവസ്വം ബോർഡ് അത് പിരിച്ചുവിടണം, അല്ലെങ്കിൽ സ്വമേധയെ അവർ രാജിവെച്ച് പുറത്തു പോകണം എന്നൊരാവശ്യമാണ് ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് ഒരാവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയും ഒപ്പം തന്നെ യുവജനങ്ങളോട് സർക്കാർ എതിരെയുമായിരുന്നു ഈ ഒരു പ്രതിഷേധ മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് നടന്നത്. ഒരുപക്ഷെ മുൻകാലങ്ങളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധ മാർച്ച് അത് തന്നെയാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. വനിതാ പ്രവർത്തകരടക്കമുള്ള നിരവധി പ്രവർത്തകർ ഈ മാർച്ചിൻ്റെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട്. ഈ മാർച്ച് സമാധാനപരമായി സെക്രട്ടേറിയറ്റിന് മുൻപിൽ എത്തിയപ്പോൾ തന്നെ ആദ്യ ജലപീരങ്കി പോലീസ് പ്രയോഗിക്കുന്നൊരു സാഹചര്യമുണ്ടായി. അതിനുശേഷം ചെറിയ തോതിലേക്ക് ഉന്തും തള്ളും രീതിയിലേക്ക് മാർച്ച് പോയൊരു സാഹചര്യം കൂടിയുണ്ട്. അതിനുശേഷമാണ് ഔദ്യോഗിക ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയും ചെയ്തത്. ആ ഔദ്യോഗിക ഉദ്ഘാടനത്തിലേക്ക് കടന്നപ്പോൾ പ്രധാനമന്ത്രിയുടെ നാട്ടിൽ, മോദിയുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടത്താൻ അനുവദിക്കില്ല. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടയത്തടക്കം VN വാസവൻ മന്ത്രിയുടെ വീട്ടിലേക്ക് നടന്ന BJPയുടെ പ്രതിഷേധ മാർച്ച്, ആ മാർച്ചിന് നേരെ CPM പ്രവർത്തകരും SFI DYFI പ്രവർത്തകരും നടത്തിയ അതിക്രമം, ആ അതിക്രമങ്ങൾ ഇനി വെച്ചു പൊറിപ്പിക്കാനാവില്ല. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പ്രവർത്തകർക്ക് നേരെ നടത്തുകയാണെങ്കിൽ തിരിച്ചും അത്തരത്തിലുള്ള നടപടികൾ BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നുള്ള സൂചന കൂടി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രവർത്തകരോടുള്ള അതിക്രമം ഇനി നടക്കില്ലെന്നുള്ളതാണ് മന്ത്രി VN വാസവനോട് രാജീവ് ചന്ദ്രശേഖർ നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. ഒപ്പം തന്നെ ഹിന്ദുക്കളെ എന്തിനിങ്ങനെ സർക്കാർ ദ്രോഹിക്കുന്നു എന്നുള്ളതാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ചോദിക്കുന്നത്. ദേവാലയങ്ങൾ, ഒപ്പം തന്നെ മറ്റ് പല സാമുദായികമായിട്ടുള്ള കേന്ദ്രങ്ങളുണ്ട്. ഒപ്പം തന്നെ അവയുണ്ട്. പക്ഷെ അവർ കാണിക്കാതെ എന്തുകൊണ്ടാണ് മറ്റ് സമുദായങ്ങളുടെ അടുത്ത് ഇടത് സർക്കാർ സ്വീകരിക്കുന്ന രീതിയിലുള്ളൊരു മനോഭാവം ഹിന്ദുക്കളോട് സ്വീകരിക്കാത്തത് എന്നുള്ളതാണ്. മറ്റ് സമുദായങ്ങളോട് അത്തരത്തിലുള്ള ാവുകയാണെങ്കിൽ അതിന് വലിയ വില CPMഉം ഇടത് സർക്കാരും കൊടുക്കേണ്ടി വരും. ആ ഭയം CPMനുണ്ട് എന്നുള്ള കാര്യമാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാലും പ്രവർത്തകർ ഇപ്പോഴും പിന്തിരിഞ്ഞു പോയിട്ടില്ല. 10-ലധികം വരുന്ന പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ തുടരുന്നു. ഒപ്പം തന്നെ ജലപീരങ്കി 2 ഘട്ടം ജലപീരങ്കി പ്രയോഗം നടത്തിയിട്ടും പോലീസുമായി സംഘർഷം നടക്കുന്നുണ്ട്. ഉന്തും തള്ളും നടക്കുന്നുണ്ട്. ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടക്കുന്നു. ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. പോലീസ് യുവമോർച്ച പ്രവർത്തകരെ നേരിടുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാം. ശബരിമല സ്വർണ്ണ കൊള്ളയിൽ പ്രതിഷേധിച്ച് യുവമോർച്ച പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. നേരത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. എത്രയും പെട്ടെന്ന് ദേവസ്വം ബോർഡ് രാജിവെക്കണം, ദേവസ്വം മന്ത്രി VN വാസവൻ രാജിവെക്കണം, ഒരു കാരണവശാലും യുവമോർച്ച പ്രവർത്തകരുടെ ദേഹത്തിൽ അത്തി വീഴാൻ അനുവദിക്കില്ല എന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അനിഷ്ട സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ തോതിൽ ഉന്തും തള്ളും നടക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് യുവമോർച്ചയുടെ പ്രതിഷേധം പുരോഗമിക്കുന്നത്. ശാലിനി, തുടരാം. മറ്റ് നേതാക്കന്മാർ, BJP മറ്റ്
നേതാക്കന്മാർ ഇപ്പോഴും സ്ഥലത്ത് ഉണ്ടോ? രാജീവ് ചന്ദ്രശേഖർ സ്ഥലത്ത് നിന്ന് പോയോ? BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷിനെ നേരത്തെ കണ്ടിരുന്നു. BJP ദേശീയ കൗൺസിൽ അംഗം PK കൃഷ്ണദാസിനെ കണ്ടത്. വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. പ്രകോപനങ്ങളൊന്നുമില്ലാതെ നിരന്തരം ജലപീരങ്കി പ്രയോഗിക്കുന്ന കാഴ്ചയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് കാണുന്നത്. പ്രവർത്തകർ രോഷത്തിലാണ്. യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നു. പ്രകോപനങ്ങളൊന്നുമില്ലാതെ. ശാലിനി, തുടരാം. പോലെ തന്നെയാണ് പ്രകോപനങ്ങളൊന്നുമില്ലാതെ കരുതിക്കൂട്ടിയുള്ളൊരു പ്രകോപനം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു പ്രവർത്തകന് ചെറിയ തോതിൽ പരിക്കേറ്റിട്ടുണ്ട്. അനിൽ മുമ്പ് സൂചിപ്പിച്ചു ആശാസമരം നടക്കുന്ന സമരപ്പന്തലിന്റെ സമീപത്താണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായത്. ആ ഉന്തിലും തള്ളിലുമാണ് ഒരു പ്രവർത്തകന് കൈക്ക് ചെറിയ തോതിൽ പരിക്കേറ്റിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഇപ്പോഴും പ്രതിഷേധ തുടരുകയാണ്. ഒരു ഭാഗത്ത് എന്ന് പറയുന്നത് സമരഗേറ്റിന് മുൻപിൽ ഇപ്പോഴും പ്രവർത്തകർ തുടരുന്നുണ്ട്. ബാരിക്കേഡിന് മുകളിൽ കയറിയുള്ള പ്രതിഷേധം തുടരുന്നു. ഒപ്പം തന്നെ ബാരിക്കേഡിന് സമീപത്തും ജലപീരങ്കി വാഹനത്തിന് മുൻപിലുമായി പ്രതിഷേധം ഈ ഘട്ടത്തിലും തുടരുകയാണ്. ഒരു രീതിയിലും പിന്തിരിഞ്ഞു പോകില്ല എന്നുള്ളതാണ് യുവമോർച്ച പ്രവർത്തകർ ഈ ഘട്ടത്തിലും പറയുന്നത്. കാരണം പ്രകോപനമില്ലാതെ പ്രതിഷേധക്കാർക്ക് ഒപ്പം തന്നെ അവരെ മർദ്ദിക്കാനുള്ള ശാലിനിയിലേക്ക് വരാം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ളയും ചേരുന്നു. പ്രദീപ് പിള്ള, അവിടെ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്നു. വലിയ രോഷമൊന്നും പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ പോലീസ് അവരെ പ്രകോപിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നു. യെസ്, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നു. പോലീസ് ലാത്തിചാർജിന് ഒരുങ്ങുകയാണോ എന്ന് സംശയമുണ്ട്. പ്രദീപ് പിള്ള, വിശദാംശങ്ങൾ. നമ്പ്യാർ പറഞ്ഞതുപോലെ തന്നെ വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ്. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷൻ ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയെങ്കിലും പ്രവർത്തകരാരും മടങ്ങിപ്പോകാൻ തയ്യാറായില്ല. മാത്രമല്ല, അവർ ബാരിക്കേഡിലേക്ക് മുകളിൽ കയറുന്ന മുദ്രാവാക്യം വിളിച്ചു. പിണറായി വിജയൻ സർക്കാരിനെതിരെ തന്നെയാണ് മുഴങ്ങിയ മുദ്രാവാക്യങ്ങളൊക്കെ. സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത അത്ര വിധം ജനസഞ്ചയമാണെന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഒഴുകിയെത്തിയത്. യുവമോർച്ചയുടെ ബാനറിന് കീഴിൽ MG റോഡ് നിറഞ്ഞു കവിഞ്ഞായിരുന്നു പ്രകടനം. സെക്രട്ടേറിയറ്റ് ഒരു വലുത് വെച്ചിട്ട് സമരഗേറ്റിലേക്ക് വരികയും തുടർന്ന് അവിടെ മുദ്രാവാക്യവുമായി നിലയുറപ്പിച്ചു. ഇതിനിടയ്ക്ക് ചില പ്രവർത്തകർ ബാരിക്കേഡ് തള്ളി മറിക്കാൻ ശ്രമിച്ചു. പോലീസ് 3 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിനുശേഷമായിരുന്നു ഉദ്ഘാടനം. സംസ്ഥാന നേതാക്കൾ അടക്കമുള്ള യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ മനുവും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും അടക്കമുള്ളവർ വന്ന ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞെങ്കിലും പിരിഞ്ഞു തയ്യാറാകാതെ ശബരിമലയിലെ സ്വർണ്ണക്കവർത്തിക്ക് ഉത്തരവാദികളായവരെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും തുറങ്കിൽ അടയ്ക്കണമെന്നുള്ള ആവശ്യങ്ങളുമായി പ്രവർത്തകർ ഇപ്പോൾ സംഘർഷം കനക്കുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷം വലിയ തോതിൽ കനക്കുകയാണ്. സെക്രട്ടേറിയറ്റ് സമരഗേറ്റിൽ ഒരല്പം മാറി പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഉന്തും തള്ളുമാണ് ഇവിടെ നടക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം എന്ന് ഞാൻ കരുതുന്നു. പ്രവർത്തകരും പോലീസും തമ്മിൽ വളരെ വ്യാപകമായ ഉന്തും തള്ളും സംഘർഷവും നടക്കുകയാണ്. ദൃശ്യങ്ങൾ കാണാം എന്ന് കരുതുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ തോതിലുള്ള ഉന്തും തള്ളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വലിയ സംഘർഷമാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ കാണുന്നത്. ഈ സെക്രട്ടേറിയറ്റിലുള്ള യുവമോർച്ച മാർച്ചിൽ ആണ് സംഘർഷം. പോലീസ് നടപടിക്ക് ഒരുങ്ങുകയും പ്രതിഷേധക്കാർ അത് തടയുകയും ചെയ്തിരിക്കുന്ന കാഴ്ചയാണ്. സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വിധം സംഘർഷം ഭരിതമാണ് സെക്രട്ടേറിയറ്റ് പരിസരം. ശബരിമലയിലെ സ്വർണ്ണക്കള്ളന്മാരെ തുറുങ്കിലടക്കുക, സ്വർണ്ണക്കവർത്തിക്ക് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, കാലാകാലങ്ങളായി കട്ടുപിടിക്കാൻ അവസരമൊരുക്കിയവർക്കെതിരെ നടപടിയെടുക്കുക എന്ന ആവശ്യം ഉന്നയിച്ചാണ് സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് യുവമോർച്ച മാർച്ച് നയിച്ചത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രവർത്തകരും ചില പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന കാഴ്ച നമുക്ക് കാണാനായും കൈ മുറിഞ്ഞ പ്രവർത്തകരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ തോതിലുള്ള സംഘർഷമാണ്. പ്രദീപ് പിള്ള, ഞാൻ വരാം. അടിയന്തരമായിട്ട് ഒരു ഇടവേളയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. യുവമോർച്ച സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസ് മനഃപൂർവ്വം പ്രകോപനങ്ങൾ സൃഷ്ടിക്കുകയാണ്. യുവമോർച്ച വനിതാ പ്രവർത്തകർ ഇപ്പോൾ കൂട്ടം കൂടി നിന്ന് മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. പ്രദീപ് പിള്ളയാണ് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. Perfect match. Perfect life.
Find your perfect partner on mformarry.com. ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ വിശ്വസ്ത പങ്കാളി ഇന്ന് തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.